വലിയൊരു നേതാവുണ്ട്, അബ്ദുസലാം മുസ്ലിയാർ ദേവർശ്വാല. അദ്ദേഹം ഒരു വലിയൊരു ബിഡിൽ വിടുന്നുണ്ട്. എന്താ ബിഡിലറിയങ്ങള്? മംഗലാപുരം ഉപ്പിനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലം നടത്തണേ. അവിടെ ഒരിക്കൽ ഇവരൊരു പരിപാടി നടന്നു. ഉള്ളാത്തങ്ങൾ പാപ്പ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ആ പരിപാടിക്ക് സ്വാഗതം പറയുന്നത് ഒരു മൂര്യ. ഓരോ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. ഒരു മൂരി എന്ന് പറഞ്ഞാൽ സമസ്തക്കാരെ പറ്റിയ പോലും പറയുന്നത് ഒരു മൂര്യ സ്വാഗതം പറയുന്നത്. അപ്പൊ സ്വാഗതം പറഞ്ഞതിടയ്ക്ക് ഉസ്താദ് എന്തോന്ന് അയാൾ പറഞ്ഞത്രേ. അപ്പൊ ഉള്ളാത്തങ്ങൾ പറഞ്ഞു നിക്കടാ. അപ്പൊ അയാൾ ഇങ്ങനെ നിന്നു, അനങ്ങാൻ കഴിയില്ല. അപ്പൊ തങ്ങളെ എനിക്കൊന്ന് ഇളകണല്ലോ എന്ന് പറഞ്ഞപ്പോ ഇരിക്കടാ. അയാളങ്ങ് ഇരിക്കണം, പിന്നെ ഇളകണില്ല. ഇങ്ങനെ കറാമത്ത് ഇയാൾ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കി നമുക്ക് ചിലതൊന്ന് പറയാനുണ്ട്. മംഗലാപുരം ഭാഗത്താണ്. അവിടെ ഞാൻ ഇപ്പൊ അടുത്തൊന്ന് പോയി, ഉപ്പിനങ്ങാടി ഭാഗത്ത്. അവിടെ പോയപ്പോ താജുൽ ഉലമ ഹേജിലുണ്ട്. അപ്പോ സ്വാഗതം പറയുന്നത് ഒരു മൂര്യ. മൂര്യ നമ്മൾ പുറത്തു വരണ്ട, ആരോടും പറയണ്ട. അത് സ്വകാര്യമായിട്ട് പറഞ്ഞ നമ്മളിവിടെ പറഞ്ഞു. ഒരു മൂര്യ സ്വാഗതം പറയാം. അവിടൊക്കെ അങ്ങനെയാണ്. മംഗലാപുരത്തൊക്കെ മൂര്യാളാണല്ലോ സ്വാഗതം പറയല്. അവിടൊക്കെ അങ്ങനെയാണ് മൂപ്പര് പറയണത്. മൂപ്പര് നമ്മള് റിവാഹത്ത് ചെയ്യാന്ന് മാത്രം. നമ്മളെ വക ഒന്നും കൂട്ടണി ഞാൻ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ മംഗലാപുരത്ത് ഭാഗത്തൊക്കെ മൂര്യാളാണ് സ്വാഗതം പറയല്. ഓരോ സംസ്കാരങ്ങളൊന്നും നോക്കി. സമസ്തയുടെ ആലിമീങ്ങളെയാണ് മൂര്യാണെന്ന് പറഞ്ഞത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. പിന്നെ വർത്താനൊക്കെ മനസ്സിലാക്കി വലിയ വലിയ കിതാബൊക്കെ ഓതണം. തിരക്കുന്നത് അടുത്തൊന്ന് പോയി, ഉപ്പിനങ്ങാടി ഭാഗത്ത്. അവിടെ പോയപ്പോ താജുൽ ഉലമ ഹേജിലുണ്ട്. അപ്പോ സ്വാഗതം പറയുന്നത് ഒരു മൂര്യ. മൂര്യ നമ്മൾ പുറത്തു വരണ്ട, നമ്മളിവിടെ പറഞ്ഞു. ഒരു മൂര്യ സ്വാഗതം പറയാം. അവിടൊക്കെ അങ്ങനെയാണ്. 35 മഹലിന്റെ കാദിയാണ് താജുൽ ഉലമ. അപ്പൊ സ്വാഗതം പറയുമ്പോ ഇടക്കിടക്ക് കുത്തുന്നുണ്ട് ഷെയ്ഖുനാന്. ഉസ്താദരങ്ങനെ കുത്തുണ്ട്, ഏറ്റി ഉസ്താദരങ്ങനെ ഇടക്കിടക്ക് കുത്തുന്നുണ്ട്. ചില ആളുകൾ അങ്ങ് അമേരിക്കയിലങ്ങ് പോയി ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് അങ്ങ് പോയി റഷ്യയിലേക്ക് അങ്ങ് പോയി. എന്നിട്ട് ഒരു പത്രത്തിലോ അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, താജുൽ ഉലമ അവിടെ ഇരിക്കുന്നത്. താജുൽ ഉലമ ഏറ്റി ഉസ്താദിരിക്കുമ്പോ അവര് തമാശക്കതും പറയും. ഈ താജുൽ ഉലമ ഇരിക്കുക, ഏപി ഉസ്താദ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ചെങ്ങാനും ഉസ്താദിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞോക്കട്ടെ, അപ്പൊ താജുൽ ഉലമയുടെ രക്തം അറിയാം. എവിടം തന്നെ ഞാനൊക്കെ പാതിരിന് ഒരു മുസ്ലിയാരെ നിൽക്ക് ഞാനവിടെ വാതിലുണ്ടായിരുന്നു. അത് വലിയൊരു നോണന്റെ ഉള്ളിൽ ചെറിയ ചെറിയ നോണ വേറെ പറയണ്ടേ. ഈ തേങ്ങന്റെ ഉള്ളിൽ പൊങ്ങുണ്ടെന്നൊക്കെ പറഞ്ഞ മാതിരി ഏതാണെന്ന് അറിയില്ല. അങ്ങനെ അത് ഉള്ളാത്തങ്ങളാപ്പ വിളിപ്പിച്ച വേദ അതിനവിടെ പോയി. അങ്ങനെ ഞാനിപ്പോ അടുത്തത് നമ്മളിവിടെ തന്നെ ഒരു സ്ഥലത്ത് പോയി. ബാഗ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജാതിയതാ തിരിഞ്ഞത്. കണ്ടങ്ങള് വലിയ നോണല്ലേ. വേദന ആൾക്കാർ വിളിച്ച് വേദ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണല്ലോ സംഘാടകർക്ക് ഇയാൾ ഏതാ ജാതി തിരിഞ്ഞത് എന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ വെറുതെ നമ്മളെ സമയം കളയണ്ട. അത് അറിഞ്ഞില്ല. അങ്ങനെ ആക്കി കൊണ്ടുപോയത്. അങ്ങനെ താജുലും അവിടെ വെച്ചിട്ട് ഇതൊന്നും ഇരിക്കണ അവിടെ. താജുലുമല്ല ഇരിക്കണ. അപ്പൊ ഈ മൂല്യം എന്താണെന്നറിയോ? തങ്ങളെ നിങ്ങളല്ലല്ലോ ഞങ്ങളെ എത്തേണ്ടത്, ഞങ്ങൾ നിങ്ങളല്ലേ എത്തേണ്ടത്. നിങ്ങൾ ഞങ്ങളെ അതിഥിയാളല്ലേ, ഇന്നവിടെ നിൽക്കടാ. നമ്മുടെ നേതൃത്വം, ഞാനിത് മഹിമക്ക് പറയല്ലോ, ഇന്നവിടെ നിൽക്കടാ. ആ നിർത്ത. പിന്നെ ഈ മൂരിക്ക് അനങ്ങാൻ കഴിയോ? കഴിയൂല. ഇനി പുല്ലാട്ടി കൊടുക്കേണ്ടി വരും ഒന്നിളകണമെങ്കിൽ. ഇരിക്കാൻ കഴിയുണ്ടോ? സ്വാഗതം കഴിഞ്ഞു. ഇവനെങ്ങനെ നിൽക്ക? ഇരിക്കാൻ അങ്ങോട്ട് ചാവണ്ടേ? ഉപ്പാപ്പാന്നൊറ്റ പിടി. ആ സഭയിന്ന് ഉപ്പാപ്പാന്നിടുന്ന ഇരിക്കട അവിടെ. അല്ലോ അപ്പൊ അവിടെ ഇരുന്നു. താജുലുമിന്റെ ചുവട്ടിലൊക്കെ ഇരിക്കുക. ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. എന്റെ ശബ്ദം ഈ തീർപ്പങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ ഓൺലൈനിലൂടെ ക്ലാസ് റൂമിലൂടെ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ദേവർശ്വാല അബ്ദുസലാം മുസ്ലിയാർ മംഗലാപുരം ഉപ്പിനങ്ങാടിയിൽ നടന്നു എന്ന് പറഞ്ഞ ഈ സംഭവം, മംഗലാപുരത്തിൽ വേണ്ട, ഉപ്പിനങ്ങാടിയിൽ വേണ്ട, ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് തെളിയിച്ചാൽ ഈ അബ്ദുസലാം മുസ്ലിയാരുടെ ശരിപ്പെടുത്തി നടക്കാൻ ഞാൻ തയ്യാറാണ് എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു സംഭവം മംഗലാപുരത്ത് വേണ്ട, ഉപ്പിനങ്ങാടിൽ വേണ്ട, ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഇയാൾ ഈ പറഞ്ഞതുപോലെ സംഭവം ഈ ലോകം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ ശരിപ്പെടുത്തി ഞാൻ നടക്കും. ഈ പണിയാണ് നിർത്തും. തോന്നിയാസം പറയാൻ പാടില്ല, പച്ച നുണ പറയും.